ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മേഘമലയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോയ ഡീറ്റെയിൽസ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും, മേഘമലയിൽ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ നേരം അതിയൊക്കെ കറങ്ങി അവിടുത്തെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു, കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് പോവുക ചെയ്തത്. മേഘമലയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ മിസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയൊരു മഴ പെയ്തുകൊണ്ട് തന്നെ റോഡിൽ ചില ഭാഗത്തൊക്കെ ചേറും ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേഘമലയിൽ നിന്ന് തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം അത് കൂടിയൊക്കെ ഇറക്കി കയറ്റുക ചെയ്തത്. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും വണ്ടി ഇങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു സുഖമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെ പോലും തട്ടണൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എത്രത്തോളം കൊണ്ടുണ്ടെങ്കിൽ പോലും വണ്ടി തട്ടിയിരുന്നില്ല. നമ്മുടെ വണ്ടിക്ക് കാര്യമായിട്ട് സെൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ സ്പ്ലാഷ് ചെയ്ത് ഓടിച്ചിട്ടും അതേപോലെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടും നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. കാര്യമായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ ബോണറ്റിനകത്ത് ആ സ്പോഞ്ചിൽ വെള്ളം കയറി പിടിക്കും, അത് മാത്രമാണ് ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേഘമലയിൽ നിന്ന് താഴ്ത്തിക്ക് ഇറങ്ങുന്ന വഴി ത്രൂ ഔട്ട് തേയിലത്തോട്ടം കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ്ലി തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോവുക. പോണ വഴിക്ക് അവരുടെ ചില ദൈവങ്ങളൊക്കെ കണ്ടു. മരത്തിൻ്റെ ഇടയിലൊക്കെ ചെറിയ പ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ട് നല്ല രസം തോന്നി. ഞാൻ അവിടെയൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ലേക്കിൻ്റെ കുറേ വ്യൂ പോയിൻറ്റ്സ് കാണും കേട്ടോ. അതിൽ 1-2 വ്യൂ പോയിൻറ്റ് സൂപ്പർബാണ്. നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ വണ്ടി നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം സൂപ്പറാണ്. ഞാൻ പോയപ്പോൾ നല്ല വെയിലായിരുന്നു, അത്ര തണുപ്പില്ലാത്തൊരു സമയമായിരുന്നു. എന്നിട്ട് പോലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നല്ല ഒരു തണുപ്പും നല്ല കോടയൊക്കെയുള്ള സമയത്ത് പോകണമെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. എനിക്ക് മേഘമല ഒന്നും കൂടി തണുപ്പത്ത് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച ഞാൻ യൂട്യൂബിൽ കണ്ട കാഴ്ചയായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു എനിക്ക് പോയപ്പോൾ കിട്ടിയത്. കാരണം കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത്. കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിരുന്നു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം ഉച്ചയായിരുന്നു, അത്ര ഒരു മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഒരു ശാന്തമായ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മേഘമല. പിന്നെ മേഘമലയിലത്തെ ചായപ്പൊടി ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കിടലിനാണ്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, സൂപ്പർബാണ്. അങ്ങനെ ഞങ്ങൾ മേഘമലടുത്ത് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ പോകുമ്പോൾ നിർത്തി അതേ സ്പോട്ടിൽ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് വന്നു കേട്ടോ. അതിനകത്ത് എന്തോ ഒരു ജീവി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ മേഘമലയുടെ താഴെ എത്തിയിട്ടോ. 1-2 റീസൺ കാരണം നമ്മൾ കൊടൈക്കനാൽ ക്യാൻസൽ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ റൂട്ട് മാപ്പാണ് കാണുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരിക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒട്ടും വഴിച്ചില്ല. രാത്രി ആകുമ്പോഴേക്ക് വീട്ടിലെത്താമെന്നും കരുതി കത്തിച്ചു വിട്ടു. വളരെ ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശം വഴി കേട്ടോ നമ്മൾ മേഘമലയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോണ വഴിക്ക് നമ്മൾ ചെറിയൊരു ടൗണിൽ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും വെള്ളമടിച്ച് ബാലൻസ് ഇല്ലാതെ ലെക്ക് ഇട്ട് നടക്കുന്ന ആൾക്കാർ അവിടെ ഞങ്ങൾ കണ്ട്. ഞങ്ങൾ ചക്ക മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ചക്ക മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈവായിട്ട് ഒരുത്തൻ റോഡിൽ കൂടി നടന്നൊരു ബൈക്ക് വന്നിടിച്ച് സ്പോട്ടിൽ ആൾ പോയി. ആൾ ഓടിപ്പോക്കും ഭയങ്കര സംഭവമായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ റൂട്ട് പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. ആ ബൈക്കുകാരൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ലൈവ് കണ്ടതാ. ആ കള്ളുടിയൻ ബോധമില്ലാണ്ട് ബൈക്കിന് മുന്നിൽ പോയി ചാടുക ചെയ്ത്. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. കാലാവസ്ഥ നല്ല രീതിയിൽ ഇരുണ്ട് കൂടി വന്നിട്ടായിരുന്നു കേട്ടോ. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളൊരു ജംഗ്ഷനിലെത്തി. ലെഫ്റ്റ് എടുത്ത കൊടൈക്കനാലാണ്. നേരെ പോയ പാലക്കാടും എൻ്റെ വീട്ടിലേക്കുള്ള ഡയറക്ഷനാണ്. അവിടെ എത്തിയപ്പോൾ കൊടൈക്കനാൽ കാണാണ്ട് പോകാൻ മനസ്സ് സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടു.
നമ്മുടെ വണ്ടിയുടെ മെയിൻ ഗ്ലാസ്സിലും ഹെഡ്ലൈറ്റിലൊക്കെ ചളി തെറിച്ചിട്ട് ആകെ വിസിബിലിറ്റി ഇല്ലാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിക്ക് തുടച്ചിട്ട് നേരെ കൊടൈക്കനാലിലേക്ക് പോവുക ചെയ്തത്. അറൗണ്ട് 9 PM നമ്മൾ കൊടൈക്കനാലിലെത്തി. ഒരു ആനനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റ് പോയി. ഒരു ബായ് ബിരിയാണിൻ്റെ കടയായിരുന്നു, ഹാജി ഹലി ബിരിയാണി എന്നാണ് കടയുടെ പേര്. കിടിലം ഫുഡായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ചിട്ട് Booking.com ലീ ഗ്രേസിലൊരു റൂം ബുക്ക് ചെയ്തു. നേരെ പോയിട്ട് നല്ലൊരു ഉറക്കം കൊണ്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ആ തണുപ്പത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത സീനാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിൽ പലർക്കും ഇത് സാധിക്കാത്തത് നമ്മുടെ ജോലി തിരക്കും നമ്മുടെ ഫാമിലി സിറ്റുവേഷനൊക്കെയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ സമയം കണ്ടെത്തി ഇതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ റീചാർജ് ചെയ്യണ പോലെയാണ്. നമ്മൾ മൊത്തത്തിലൊന്ന് എനർജൈസ്ഡ് ആവും. എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിച്ച് ജോലിക്ക് കയറിയപ്പോൾ ആ പഴയ മടുപ്പൊക്കെ കുറേ മാറിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷായ പോലെ നമുക്ക് വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നമൊന്നും പിന്നെ നമുക്കൊരു വിഷയമല്ലാത്ത പോലെയാവും. പക്ഷേ യാത്ര ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരു ട്രിപ്പ് പോയി വരില്ല, ഒരു 5-6 ദിവസമൊക്കെ മാറ്റി നിർത്തി കണ്ടിന്യൂ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് തോന്നിയ സ്ഥലത്തൊക്കെ പോവുക, അങ്ങനെ ഒരു സെർട്ടൻ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യാണ്ട് ഒരു യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരിത്. കൊടൈക്കനാൽ എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് കൂക്കാൽ അല്ലെങ്കിൽ പോണ്ടി പോകാനാണ്. 2 സ്ഥലം പോകാനുള്ള സമയം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോണ്ടി പോകാൻ തീരുമാനിച്ചു കേട്ടോ. കൂക്കാലും പോണ്ടിയും 2 ഡയറക്ഷനാണ്. ആദ്യം കൂക്കാലിലേക്കാണ് തോന്നുന്നു ഡൈവേഷൻ വരിക, അത് കഴിഞ്ഞിട്ടാണ് പോണ്ടി, ഇഫ് ഐ എം നോട്ട് റോങ്. ഞങ്ങൾ എന്തായാലും പോണ്ടിക്കാണ് പോയത്. അതിന് റീസൺ എന്താ വെച്ചാൽ വട്ടവടയുടെ ഏകദേശം അതേ ഒരു സെറ്റപ്പാണ് പോണ്ടിയും. കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തട്ടായിട്ടോ കിടക്കുക. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് പഴനിമല വ്യൂ പോയിൻ്റ് ആണ്. ഇതുപോലെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സും ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് കാണാനായിട്ട്. വേഗം അങ്ങനെ നമ്മൾ പോണ്ടി വില്ലേജിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും വണ്ടി കുറേ നേരം ഓടിക്കൊണ്ടിരിക്കില്ല, ഒന്ന് നിർത്താമെന്നും കരുതിയിട്ട് ഒരു കടയിൽ കയറി. അവിടെ ഉണ്ടായൊരു സംഭവമാണ്, ഞാൻ ചായയും മുറുക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണ ഇങ്ങനെ അടുത്തു കൂടി ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഭയങ്കര സംഭവമായി തോന്നി എനിക്കത്. ആ കടയിലത്തെ ചേച്ചി അവിടെ കാട്ടുപുല്ലും യൂക്കാലിപ്സിൻ്റെ ഒക്കെ ഇലയിൽ നിന്ന് തൈലം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സ്ഥലമൊന്നും ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറിച്ചു നിന്നിട്ട് അതിനെ തിളപ്പിച്ചിട്ട് അതിനെ നീരാവിയാക്കി വറ്റിച്ചിട്ടുള്ള പരിപാടിയാണ്. സിസ്റ്റം, പ്രോസസ്സിങ് സിസ്റ്റം ഇതിന്ന് ഉണ്ടാക്കിയ സാധനമാണ് ചേച്ചിയുടെ കടയിൽ വാങ്ങിക്കാൻ.
അങ്ങനെ ഫൈനലി നമ്മൾ പോണ്ടി എത്തിയിട്ടോ. ഒരു ചെറിയ ഗ്രാമം, കുഞ്ഞു കുഞ്ഞു വീടുകളും ഫുൾ കൃഷിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോണത്. വട്ടവട എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. വട്ടവട ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അതേ ഒരു രൂപമാണ് പോണ്ടിയും. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അവിടുത്തെ ഫോട്ടോസും പോണ്ടിയുടെ ഫോട്ടോസും ഒക്കെ ഏകദേശം ഒരു സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ പോണ്ടി. അവിടുത്തെ ലാൻഡ്സ്കേപ്പ് അത്ര ഭംഗിയാണ്. എന്ത് രസമാണെന്നറിയോ, ഓരോ പീസായിട്ടിരിക്കുന്ന കാണാനായിട്ട്. ശരിക്കും മഞ്ഞുള്ള സമയത്തൊക്കെ പോയാൽ ഭയങ്കര രസമായിരിക്കും. ഞാൻ പോയത് ഓഗസ്റ്റ് ആയതുകൊണ്ട് അത്ര ഒരു മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വിഷ്വൽസൊക്കെ എടുത്ത് ഒരു ഹെയർ പിൻ പെൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടുന്ന് തന്നെയാണ് പോണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് വ്യൂ കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്ര നല്ല വ്യൂ ഞാൻ വേറെ എവിടെ നിന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. നല്ല കിടിലൻ തണുപ്പായിരുന്നു അവിടുത്തെ വെള്ളം. ആ വെള്ളത്തിൽ മുഖം കഴിയപ്പല്ലേ കണ്ണും മുഖമൊക്കെ അങ്ങോട്ട് ഫ്രീസായി പോയി ശരിക്കും. അങ്ങനെ നമ്മൾ പോണ്ടിയിൽ നിന്ന് എക്സിറ്റ് ആവണേക്ക് മുന്നേ പോണ്ടിയിൽ നടക്കുന്ന കൃഷി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ കൃഷി ഭൂമിയിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ടോ. നമ്മൾ ഒരുപാട് ദൂരത്ത് നിന്ന് നോക്കി കാണുന്നേക്കാൾ കൂടുതൽ ഭംഗിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥലം അവരുണ്ടാക്കി നമുക്ക് അതിശയിച്ച് പോകും. കാരണം സ്റ്റെപ്പായിട്ട് ചെത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയത് എപ്പോഴും എനിക്ക് മനസ്സിലായില്ല. കാരണം നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും ഇത് ഒലിച്ച് പോകാണ്ട് അങ്ങനെ നിൽക്കണ്ടേ. ശരിക്കും ഒരു സ്റ്റെപ്സ് പോലെ തന്നെയാണ് കിടക്കുന്നത്. അവിടുത്തെ ചേട്ടനായിട്ട് പരിചയപ്പെട്ടു. പുള്ളി നല്ലൊരു കൃഷിക്കാരനാണ്. പുള്ളിയുടെ 2 വലിയ കാളയൊക്കെ ഉണ്ട്. അപ്പോൾ ആള് ജല്ലിക്കെട്ട് നടക്കുന്നതിനെക്കുറിച്ചും ജല്ലിക്കെട്ടിൽ ആളുടെ കാള പോയ കഥയൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ ആൾക്ക് ചെറിയൊരു ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ആ ഉള്ള സമയത്ത് പറ്റണ പോലെയൊക്കെ പോണ്ടി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പോണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പോണ വഴിക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പോയത്.
പോണ്ടിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നത്. എക്കോ ലിവിംഗ് എന്നാണ് പേര്. നമ്മുടെ മലയാളി ടീമിൻ്റെ തന്നെയാണ് കേട്ടോ. അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിനകത്ത് നിന്നുള്ള വിൻഡോ കൂടിയുള്ള വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊടൈക്കനാലും പോണ്ടിയും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നാട്ടിലേക്ക് വിട്ടു കേട്ടോ. ഏകദേശം 4 ദിവസം കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആദ്യത്തെ ദിവസം താമസിച്ചത് ശബരിമലയിലായിരുന്നു. സെക്കൻഡ് ഡേ തെങ്കാശി, തേർഡ് ഡേ ഉസിലമ്പട്ടി, ഫോർത്ത് ഡേ കൊടൈക്കനാൽ. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത്. ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടുണ്ടല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്.